സ്വന്തമായ ഒരു ക്ലൗഡ് സെർവർ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? ഗൂഗിൾ ഡ്രൈവ് പോലെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടാക്കാം, ഫയലുകൾ ഈസിയായി ഷെയർ ചെയ്യാം, മീഡിയ സെർവറായി ഉപയോഗിക്കാം, നെറ്റ്വർക്കിലെ പരസ്യങ്ങൾ ബ്ലോക്ക് ചെയ്യാം, ഹോം ഓട്ടോമേഷൻ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനും ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഒരു പേഴ്സണൽ ക്ലൗഡ് സെറ്റപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റാസ്ബെറി പൈയിൽ കാസ OS ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങാം. ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് റാസ്ബെറി പൈ ഇമേജർ ഓപ്പൺ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഡിവൈസ് തിരഞ്ഞെടുക്കണം. ഞാൻ റാസ്ബെറി പൈ 3 ആണ് എടുക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കണം. നമുക്ക് ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ് ഇല്ലാത്ത ഒരു ലൈറ്റ് വെയ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മതി. അടുത്തതായി സ്റ്റോറേജ് തിരഞ്ഞെടുക്കണം. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ എഡിറ്റ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യണം. ഹോസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ്, വൈഫൈ നെയിം, അതിൻ്റെ പാസ്വേഡ് ഇതെല്ലാം ഇവിടെ കൊടുക്കണം. ഇതൊക്കെ മറ്റെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തുകൂടി വെക്കണം, കാരണം പിന്നെ അത് ആവശ്യം വരും. ഇനി ഇത് സേവ് ചെയ്യാം. എന്നിട്ട് ഇവിടെ യെസ് കൊടുക്കാം. മെമ്മറി കാർഡിലെ ഡേറ്റ എല്ലാം ഡിലീറ്റ് ആകും എന്നൊരു വാർണിംഗ് വരും. ഇവിടെ യെസ് കൊടുക്കണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡായി മെമ്മറി കാർഡിലേക്ക് റൈറ്റ് ചെയ്യും. ഇത് കുറച്ച് നേരം നീണ്ടു നിൽക്കും. ഇപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പ്രോസസ്സ് കഴിയുമ്പോൾ ഇതിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് മെമ്മറി കാർഡ് ഇജക്റ്റ് ചെയ്യാം. റാസ്ബെറി പൈ OS ഇൻസ്റ്റാൾ ചെയ്ത മെമ്മറി കാർഡ് റാസ്ബെറി പൈയിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് മൈക്രോ USB പോർട്ടിൽ പവർ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാം. ഇനി അതേ നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. SSH വഴി റാസ്ബെറി പൈയിലേക്ക് കണക്ട് ചെയ്യാൻ SSH സ്പേസ് യൂസർ നെയിം @hostname എന്ന ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യണം. യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും നമ്മൾ റാസ്ബെറി പൈ OS ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് കോൺഫിഗർ ചെയ്തതായിരിക്കണം. അതിനാണ് അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞത്. നമുക്കൊരു വാർണിംഗ് കിട്ടി. ഇങ്ങനെ ഒരു വാർണിംഗ് തന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയാം. സ്ക്രീനിൽ കാണുന്ന പാത്തിലേക്ക് വരണം. ഇവിടെയുള്ള നോൺ ഹോസ്റ്റ് എന്ന ഫയൽ നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യണം. ഇതിൽ റാസ്ബെറി പൈയുടെ 2 എൻട്രി ഉണ്ട്. മുമ്പ് SSH വഴി ആക്സസ് ചെയ്തപ്പോൾ വന്നതാണ്. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്യാം. ഇനി വീണ്ടും ആ കമാൻഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ വരുമ്പോൾ എസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യണം. Y എന്ന് മാത്രം കൊടുത്താൽ പോരാ, യെസ് എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കണം. റാസ്ബെറി പൈ OS ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് കോൺഫിഗർ ചെയ്തപ്പോൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്താലും ഇവിടെ കാണില്ല, എന്നാലും തെറ്റാതെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് റാസ്ബെറി പൈയിലേക്ക് ആക്സസ് കിട്ടി. ഇനി ആദ്യം പാക്കേജസ് അപ്ഡേറ്റ് ചെയ്യണം. അതിന് sudo apt update എന്ന കമാൻഡ് ഉപയോഗിക്കണം. അപ്ഡേറ്റ് കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം. അതിന് sudo apt upgrade എന്ന കമാൻഡ് ഉപയോഗിക്കണം. അഡീഷണൽ സ്പേസ് എടുക്കും എന്നിവിടെ ചോദിക്കുമ്പോൾ അതിന് Y ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മുന്നോട്ട് പോകും. ഇത് കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. കാരണം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകൾ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്കത് മിസ്സാകില്ല. ഇപ്പോൾ അപ്ഗ്രേഡ് കഴിഞ്ഞു. ഇനി കാസ OS ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുള്ള കമാൻഡ് ഇതാണ്. ഇതും കുറച്ചു നേരം നീണ്ടു നിൽക്കും, അതുകൊണ്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കാസ OS ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു URL തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് കോപ്പി ചെയ്ത URLൽ കയറണം. ഇവിടെ ഗോയിൽ ക്ലിക്ക് ചെയ്യണം.
നിങ്ങൾക്കിഷ്ടമുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. CasaOSൻ്റെ ബ്ലോഗിൽ നിന്നുള്ള ന്യൂസ് ഫീഡ് ഇവിടെ കാണിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ തൽക്കാലം ക്യാൻസൽ കൊടുക്കുകയാണ്. ഇതാണ് CasaOSൻ്റെ ഇൻ്റർഫേസ്. ഇതിലെ സിസ്റ്റം സ്റ്റാറ്റസിൽ CPU യൂസേജ്, ടെമ്പറേച്ചർ, RAM യൂസേജ് ഒക്കെ കാണാം. ഇവിടെ നമുക്ക് സ്റ്റോറേജിൻ്റെ വിവരങ്ങൾ കാണാം. ഇപ്പോൾ മെമ്മറി കാർഡ് മാത്രമാണ് കാണിക്കുന്നത്. പെൻഡ്രൈവോ SSD ഒക്കെ കണക്ട് ചെയ്താൽ അതും ഇവിടെ വരും. ഫയലിൽ കയറിയാൽ ഇപ്പോഴുള്ള ഫോൾഡർ സ്ട്രക്ചർ കാണാം. നമ്മൾ കൂടുതൽ ഡ്രൈവുകൾ ആഡ് ചെയ്താൽ അത് ലൊക്കേഷൻ്റെ താഴെയായി വരും. ഇപ്പോൾ നമ്മളൊരു IP അഡ്രസ്സ് ഉപയോഗിച്ചാണ് ഈ വെബ് ഇൻ്റർഫേസ് ആക്സസ് ചെയ്തത്. പക്ഷേ എപ്പോഴെങ്കിലും ഈ IP മാറിയാൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് പരിഹാരമായി നമുക്ക് റാസ്ബെറി പൈയുടെ ഹോസ്റ്റ് നെയിം ഉപയോഗിക്കാം. അത് അഡ്രസ് ബാറിൽ കൊടുത്ത് എൻ്റർ ചെയ്താൽ ഈ വെബ് ഇൻ്റർഫേസ് കിട്ടും. ഇതേ നെറ്റ്വർക്കിലുള്ള ഫോണിൽ നിന്നും ടാബിൽ നിന്നും ഒക്കെ നമുക്ക് ഈ ലോക്കൽ അഡ്രസ്സ് ഉപയോഗിച്ച് CasaOS ആക്സസ് ചെയ്യാം. ഇവിടെ അക്കൗണ്ടിൽ വന്നാൽ നമുക്ക് ലോഗൗട്ട് ചെയ്യാനും യൂസർ നെയിമും പാസ്വേഡും ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ വന്നാൽ ഇങ്ങനെ പല ഓപ്ഷൻസ് കാണാം. വെബിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതിൻ്റെ സെർച്ച് എഞ്ചിൻ വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റാം. ഇവിടെ വാൾപേപ്പർ മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട്. ടെർമിനൽ ആൻഡ് ലോഗ്സിൽ വന്നാൽ റാസ്ബെറി പൈയുടെ ടെർമിനൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുക്കേണ്ടത് റാസ്ബെറി പൈ OS കോൺഫിഗർ ചെയ്തപ്പോൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡുമാണ്. ആപ്പ് സ്റ്റോറിലേക്ക് വരുമ്പോൾ ഒരു സെർവറിന് വേണ്ട ഒരുപാട് ആപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ റാസ്ബെറി പൈ ഫുള്ളി ഫങ്ഷണലായ ഒരു ക്ലൗഡ് സെർവറായി മാറുന്നത്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ ഉടനെ തന്നെ വരും. അത് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോകളുമായി ഉടനെ തന്നെ വീണ്ടും കാണാം.